കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ ഇടതു നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുമ്പാകെ മുകേഷ് പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്ത് തന്നെ ആദ്യം പത്രിക സമർപ്പിച്ചത് എം മുകേഷ് ആയിരുന്നു. ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്ന സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി പുരസ്സരം ദൃഢപ്രതിജ്ഞ. ഇക്കുറി കൊല്ലം മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ നോമിനേഷൻ സമർപ്പിച്ചു. 28-ാം തീയതി മുതൽ ഉണ്ടെങ്കിൽ 28-ാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ഇവിടെ നമ്മളൊരു വലിയ പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ, അവിടുന്ന് വരട്ടെ. ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട്. വേറെ ആൾ വരും, അതൊന്നും ഇല്ലല്ലോ. നോ കൺഫ്യൂഷൻ ആൻഡ് നോ ഡൗട്ട്. അത് ആദ്യത്തെ ദിവസം തന്നെ ഉറപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA, മന്ത്രി KN ബാലഗോപാൽ, മുൻമന്ത്രി K രാജു, CPM CPI സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചിരുന്നു. നാട്ടുവാർത്ത, കൊല്ലം.